വഖഫ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. വഖഫ് പ്രവർത്തനം പരിശോധിക്കുമെന്നാണ് സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. കേസ് പരിഗണിക്കവേ നിലവിലെ വ്യവസ്ഥ നിയമാനുസൃതമല്ലെന്ന നിരീക്ഷണമാണ് കോടതി നടത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹൈക്കോടതിയിൽ വന്ന കേസ് 4 കേസുകളാണ്. അതിലൊന്ന് ഷിയ സമുദായം ഞങ്ങളെ പ്രതിനിധിയെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കേസുണ്ട്, ബോറ സമുദായം ഞങ്ങളെ പ്രതിനിധിയെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ കേസുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മാനദണ്ഡങ്ങളും നിയമങ്ങളും പാലിച്ചിട്ടില്ല, സാങ്കേതികമായി ഇതിൻ്റെ രൂപീകരണം തെറ്റാണ് എന്ന് പറഞ്ഞൊരു കേസുണ്ട്. അതുപോലെ തന്നെ 2 മുസ്ലിം പ്രതിനിധികളെ വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഷോൺ ജോർജ് കൊടുത്ത കേസുണ്ട്. ഇത് 4ഉം കൂടി ഹൈക്കോടതി ക്ലബ് ചെയ്തിട്ടാണ് വിചാരണ ആരംഭിച്ചത്. അപ്പോൾ ഇതിൻ്റെ സാങ്കേതികവും നിയമപരവുമായ വ്യവസ്ഥകൾ പാലിച്ചിട്ടില്ല ഇത് രൂപീകരിക്കുമ്പോൾ എന്നുള്ളതാണെങ്കിൽ ഞങ്ങളത് പരിശോധിക്കാം എന്ന് കോടതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതാ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ 2 മുസ്ലിങ്ങളെ വെച്ചോളാം എന്നൊന്നും ഞങ്ങൾ കോടതിയിൽ പറഞ്ഞിട്ടില്ല, കേരള ഗവൺമെൻറ് കോടതിയിൽ പറഞ്ഞിട്ടില്ല. വളരെ വ്യക്തമാണ്. ഞങ്ങൾ ഇതിൻ്റെ രൂപീകരണം നിയമാനുസൃതമല്ല എന്ന് പറഞ്ഞ കേസിലും മറ്റ് കേസുകളിലും ഞങ്ങളത് പരിശോധിക്കും എന്ന് കോടതിയോട് പറഞ്ഞു. അപ്പോൾ കോടതി അങ്ങനെ വിധി വന്നു. കോടതി വിധി ഇപ്പോൾ